നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ജാതകം നോക്കാറുണ്ട്, ശരിയല്ലേ? രാശി ചിന്തനങ്ങൾ നടത്താറുണ്ട്, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് ആ വീടിന് ചുറ്റുമുള്ള പ്രകൃതിയും നമ്മുടെ വിധിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ, എന്നാൽ നമ്മൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് അവഗണിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് വൃക്ഷശാസ്ത്രം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്നതായ ചില മരങ്ങളും ചെടികളും അവയെ വെറും ഒരു സസ്യം എന്ന് മാത്രമല്ല, ദൈവിക സാന്നിധ്യങ്ങളായിട്ടാണ് കണക്കാക്കേണ്ടത്. ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വളരുന്ന ചില വൃക്ഷങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, കാവലാണ്. എന്നാൽ അറിഞ്ഞോ നമ്മൾ അറിയാതെയോ അത് വെട്ടിമാറ്റുന്നതിലൂടെ സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീടിന്റെ തന്നെ അടിവേര് തോണ്ടുന്ന രീതിയിലുള്ള വലിയ ദോഷങ്ങളായിരിക്കും. സാമ്പത്തിക തകർച്ച, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ, രോഗാദി ദുരിതങ്ങൾ, ഇങ്ങനെ പലതും നമ്മൾ ഇതിലൂടെ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലും ഒരിക്കലും വെട്ടിക്കളയുവാൻ പാടില്ലാത്തതായ ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന 10 വൃക്ഷങ്ങളെയും ചെടികളെയും കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണണം. കാരണം ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ചെടി നിങ്ങളുടെ പറമ്പിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അത് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് വലിയ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ വൃക്ഷലതാദികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് ഭഗവാൻ ശിവന്റെ സാന്നിധ്യമുള്ള കൂവളമാണ്. കൂവളം വളരെയേറെ പുണ്യകരമായ ഒരു വൃക്ഷമാണെന്നത് ഏവർക്കും അറിയാം. കൂവളത്തിന്റെ മഹത്വം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് പറഞ്ഞു തരേണ്ട കാര്യം തന്നെ ഇല്ല. സാക്ഷാൽ പരമശിവന്റെ ഇഷ്ടവൃക്ഷമാണ് കൂവളം. കൂവളത്തിന്റെ ഇലയില്ലാതെ ശിവപൂജ തന്നെ പൂർണ്ണമാവുകയില്ല. നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്തായാലും ഏത് ദിക്കിലായാലും ഒരു കൂവള മരം വളർന്നു നിൽപ്പുണ്ടെങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല എന്നത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഭഗവാൻ ശിവന്റെ നേരിട്ടുള്ള അനുഗ്രഹം ആ മണ്ണിലുണ്ട് എന്നതിന്റെ തെളിവാണ് അവിടെ വളർന്നു വന്ന ആ കൂവളമരം. ഭഗവാന്റെ ഒരു കവചമായിട്ടാണ് അതവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, വീട് പണിയാനോ അതല്ലെങ്കിൽ മതിൽ കെട്ടാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വേണ്ടിയാണെങ്കിലും കൂവളം നിൽക്കുന്നത് തടസ്സമാണെന്ന് കരുതി ഒരു കാരണവശാലും അത് വെട്ടിക്കളയാൻ നിങ്ങൾ നിൽക്കരുത്. അത് വെട്ടിയാൽ ശിവകോപത്തിന് തുല്യമായ ദോഷങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഇത് ആരിൽ നിന്നും അറിവുണ്ടായിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും തീർത്താൽ തീരാത്ത പാപമായി അത് മാറും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കൂവളം വീട്ടുമുറ്റത്ത് നിന്ന് ഉണങ്ങി പോകുവാനും അനുവദിക്കരുത്. അത് ഉണങ്ങുന്നതും വീടിന്റെ നാശത്തിന്റെ ലക്ഷണമാണ്. അത് പച്ചപ്പോടെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്നതും ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും അത് മുറിക്കുകയില്ല എന്ന ശപഥം കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് അശോകമരത്തെ കുറിച്ചാണ്. പേര് പോലെ തന്നെ ശോകത്തെ, അതായത് ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് അശോകം. പുരാണങ്ങളിലും വൃക്ഷശാസ്ത്രത്തിലും അതിശ്രേഷ്ഠമായ സ്ഥാനമാണ് അശോകത്തിനുള്ളത്. ഒരു വീട്ടിൽ അശോകം വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട് എന്നതാണ്. ദേവിയുടെ സാന്നിധ്യം ആ മണ്ണിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അശോകം അവിടെ വലിയ രീതിയിൽ തഴച്ച് വളരാൻ സാധിക്കുന്നത്. ആ മരം വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മിയെ നിങ്ങൾ പടിയിറക്കി വിടുന്നതിന് തുല്യമാണ്. സാമ്പത്തികമായി വലിയ തകർച്ചകളും കുടുംബത്തിൽ ഇതുമൂലം സമാധാനക്കുറവും വന്നു ചേരും. നിങ്ങളുടെ മക്കളും ഭാവിക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഈ അശോക മരത്തെ ഒരു കാരണവശാലും നശിപ്പിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അശോകം വീട്ടിലുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കേണ്ടതാകുന്നു. ഇനി മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വീടിന്റെ തെക്കുവശത്ത് നിൽക്കുന്ന പുളിമരം
വാസ്തുപ്രകാരവും വൃക്ഷശാസ്ത്ര പ്രകാരവും വീടിന്റെ തെക്ക് വശം എന്നത് യമന്റെ ദിക്കാണ്. അവിടെ ഒരു പുളിമരം നിൽക്കുന്നത്, പ്രത്യേകിച്ച് തെക്ക് വശത്തിന്റെ മധ്യഭാഗത്തായി നിൽക്കുന്നത് വലിയൊരു സ്ഥാനബലമാണ്. തെക്കുവശത്ത് നിൽക്കുന്ന പുളിമരം ഒരു കാരണവശാലും വെട്ടിക്കളയരുത്. അത് കടപുഴകി വീഴുന്നതോ ഉണങ്ങി പോകുന്നതോ പോലും ആ കുടുംബത്തിന് വലിയ ദോഷമായിരിക്കും ചെയ്യുന്നത്. പല കുടുംബങ്ങളും കുത്തുവാള എടുത്തു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ പുളിമരത്തിലൂടെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായ പോസിറ്റീവ് എനർജി ആ വീടിന്റെ ഐശ്വര്യത്തിന് വലിയൊരു ഭാഗമാകുന്നുണ്ട്. എത്ര വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ചാലും, തടിക്ക് എത്ര വില കിട്ടുമെന്ന് പറഞ്ഞാലും, തെക്കുവശത്ത് പുളിമരം നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വെട്ടുവാനോ വെട്ടി വിൽക്കുവാനോ മുറിച്ചു മാറ്റുവാനോ ശ്രമിക്കരുത്. ഇനി നാലാമതായി നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയുടെ കാര്യമാണ് പറയുന്നത് ചെമ്പകം. ചെമ്പകപ്പൂവിന്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന ആ ഒരു വാസന വളരെ വലുതാണ്. അതേപോലെ നല്ല മനോഹരമായ ഫലങ്ങളും, അതായത് കാഴ്ച കൊണ്ട് ലഭിക്കുന്നതായ ആ ഒരു കണ്ണിന് ഇമ്പമേറുന്ന ചെമ്പകം. ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് ചെമ്പകം. ദേവി സാന്നിധ്യമുള്ള, ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ചെമ്പകം തഴച്ചു വളരൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എത്ര കൊണ്ടുപോയി നട്ടാലും ചിലയിടത്തൊന്നും അത് പിടിക്കാറില്ല. പക്ഷേ അത് താനെ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നതിന്റെ സൂചനയാണ്. പ്രത്യേകിച്ച് വീടിന്റെ തെക്ക് കിഴക്കോ അതേപോലെ കിഴക്ക് ഭാഗങ്ങളിൽ നിൽക്കുന്നതായ ചെമ്പകം സർവ്വവിധ ഐശ്വര്യദായകമാണ്. യാതൊരു കാരണവശാലും വെട്ടിക്കളയരുത്. അത് വെട്ടിയാൽ ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെടുന്നതാണ്. അടുത്തത് അഞ്ചാമതായി നെല്ലിയാണ്. നെല്ലിമരം സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ അംശമാണ്. ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് പ്രളയകാലത്ത് ഭൂമി മുങ്ങിത്താഴുന്നത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ മഹാവിഷ്ണുവിന്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ തുള്ളികളിൽ നിന്നാണ് നെല്ലി ഉണ്ടായതെന്നൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് നാരായണൻ ഭഗവാൻ വിഷ്ണുവിന്റെ ചൈതന്യം കുടികൊള്ളുന്ന വൃക്ഷമാണ്. നെല്ലി വീട്ടുമുറ്റത്ത് നിന്ന് ഉണങ്ങുന്നതോ വെട്ടിക്കളയുന്നതോ അതീവ ദോഷകരമാണ്. ഇനി അഥവാ വീടിന് ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ നെല്ലി മുറിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. ആ പറമ്പിൽ തന്നെ മറ്റ് 3 നെല്ലി തൈകൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നട്ടുപിടിപ്പിക്കുക. അവ 3ഉം പച്ച പിടിച്ച് വളർന്നു തുടങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ പഴയ ആ മരം മുറിക്കാൻ പാടുള്ളൂ. അതും വൃക്ഷശാസ്ത്രം അറിയാവുന്നവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മുറിക്കാനും പാടുള്ളൂ. നെല്ലി വെറുതെ മുറിച്ചാൽ ആ വീട് തന്നെ മുടിഞ്ഞു പോകും തീർച്ച. ഇനി ആറാമതായി ചെടിയുള്ളത് ശിവനരളിയാണ്. ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടെന്നു വരുന്ന ഒരു ചെടിയല്ല. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ശിവനുമായി ബന്ധപ്പെട്ട ഭഗവാൻ ശിവന്റെ ശിവപൂജയ്ക്ക് എടുക്കുന്ന പുഷ്പമാണിത്. ഇത് വീട്ടിൽ വളരുന്നത് ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് ഒറ്റ കാരണം മാത്രം, ഈശ്വരാധീനം, അതാണ് അതിന്റെ ഒറ്റ കാരണം. ഇതധികം വലുതായാൽ കോതി നിർത്തുക എന്നതല്ലാതെ ഒരിക്കലും വേരോടെ ഇതിനെ പിഴുത് കളയാൻ പാടുള്ളതല്ല. ഇത് മണ്ണിൽ പിടിച്ചു കിടന്നാൽ കിട്ടാൻ തന്നെ പാടാണ്. അതായത് സാധാരണ ഇങ്ങനെ പിടിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം ദൈവിക ചൈതന്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സസ്യങ്ങളാണ്. അതുകൊണ്ട് ഉള്ളതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇല്ലാതെയാക്കുകയല്ല. ഇനി ഏഴാമതായി വിഷുക്കാലത്ത് നമ്മൾ കണി കാണുന്ന കണിക്കൊന്ന. വീടിന്റെ കിഴക്ക് വശത്ത് കണിക്കൊന്ന നിൽക്കുന്നത് മഹാഭാഗ്യമാണ്. പക്ഷെ ശ്രദ്ധിക്കുക, വീടിന്റെ പ്രധാന വാതിലിന് നേരെ മുന്നിലായി നിൽക്കാൻ പാടുള്ളതല്ല. പ്രധാന വാതിൽ ഒഴിച്ച് കിഴക്ക് ഭാഗത്ത് എവിടെ കണിക്കൊന്ന നിന്നാലും അത് സ്വർണം വിളയുന്നതിന് തുല്യമാണ്. വീടിന്റെ മുൻവശത്ത് പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന കണ്ണിന് ഇമ്പവും ഏറുന്നത് കൂടാതെ വളരെയേറെ ഐശ്വര്യദായകമാണ്. ആരെങ്കിലും അത് വെട്ടിക്കളയാൻ ഉപദേശിക്കുകയാണെങ്കിൽ പോലും കേൾക്കരുത്. അത് വെട്ടിയാൽ ആ വീടിന്റെ സന്തോഷം, സമാധാനം അതോടുകൂടി പോകുന്നതാണ്. നിലവിലേറി പിന്നെ കഴിയേണ്ടതായ അവസ്ഥ വരെ വന്നു ചേരും. അതുകൊണ്ട് കിഴക്കുവശത്ത് കണിക്കൊന്നയെ പൂജിക്കുക, ബഹുമാനിക്കുക, വെട്ടിക്കളയാൻ നിൽക്കരുത്. അടുത്തത് എട്ടാമത്തെ പുഷ്പം ശംഖുപുഷ്പമാണ്. പ്രത്യേകിച്ച് നീല ശംഖുപുഷ്പം. ഇതൊരു വള്ളിച്ചെടിയാണെന്ന് അറിയാമല്ലോ. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് ഈശാന കോണിൽ ശംഖുപുഷ്പം നിൽപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. ഇനി കാട് കയറിയാണ് നിൽക്കുന്നത്, അതിൽ എന്തെങ്കിലും കയറിയിരിക്കുമോ എന്ന് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് വെട്ടി ഒതുക്കി കോതി നിർത്താം. പക്ഷെ ഒരിക്കലും ഒരു മൂട് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ അതിൽ പൂർണ്ണമായി പിഴുതു മാറ്റാനൊന്നും ശ്രമിക്കരുത്. അത് ഭാഗ്യത്തെ നിങ്ങൾ കാലുകൊണ്ട് തട്ടിക്കളയുന്നു എന്നതിന് തുല്യമാകും.
ഇനി ഒൻപതാമതായി വെറ്റിലയാണ്. അറിയാമല്ലോ, വെറ്റില സമ്പത്തിന്റെ ലക്ഷണമാണ്. വീടിന്റെ വടക്ക് ഭാഗത്ത് വെറ്റില വളരുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധിയെ കൊണ്ടുവരുന്നതിന് സഹായിക്കും. വടക്ക് വശത്തു നിന്നും വെറ്റില ഒരിക്കലും പൂർണ്ണമായും നശിപ്പിക്കരുത്. കാട് പിടിച്ച വൃത്തിയാക്കാവുന്നതുമാണ്. പക്ഷേ അങ്ങനെ വൃത്തിയാക്കിയാൽ പോലും വീണ്ടും നിങ്ങളുടെ കൈകൊണ്ട് ഒരു തൈ കൂടി നട്ടു പരിപാലിച്ച് അവിടെ നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അത് നശിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ സ്വയം തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അടുത്തത് പത്താമത്തെ ചെടി, അവസാന 10 ചെടിയെ കുറിച്ചാണ് പറയുന്നത്. പത്താമതായി നമുക്ക് പറയാനുള്ളത് മൈലാഞ്ചിയെ കുറിച്ചാണ്. നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ അഗ്നികോണിൽ മൈലാഞ്ചി നിൽപ്പുണ്ടെങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. തെക്ക് കിഴക്ക് മൈലാഞ്ചി പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെയധികം ഐശ്വര്യമാണ്. അതും പൂർണ്ണമായി വെട്ടി കളയരുത്. ഒന്ന് കോരി നിർത്തുന്നത് കുഴപ്പമില്ല. കാട് പിടിച്ചതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി നിർത്താവുന്നതാണ്. പക്ഷെ അവിടെ മൈലാഞ്ചി നിൽക്കുന്നത് ആ വീടിന്റെ തേജസ് വർദ്ധിക്കുന്നതിന് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും പൂർണ്ണമായി അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങളും കേവലം ഒരു അന്ധവിശ്വാസമല്ല. ഇത് പ്രകൃതിയും നമ്മൾ മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ശാസ്ത്രമാണ്. അതായത് വൃക്ഷശാസ്ത്രം. നമ്മുടെ പൂർവികർ ഇതൊക്കെ അറിഞ്ഞ് വെച്ചുപിടിപ്പിച്ചതാണ്. അത് സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ഉള്ള തലമുറയായ നമ്മുടെ കടമയാണ്. ഇപ്പോൾ നിങ്ങളുടെ പറമ്പിൽ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ ഈ ചെടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഒരിക്കലും അത് വെട്ടിക്കളഞ്ഞ് ദോഷം വരുത്തി വെക്കരുത്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാതെ പോലും അവർ ഒരു തെറ്റിന് ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ രേഖപ്പെടുത്തുക. കൂടാതെ ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.